നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് താഴെ കാണാം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ആർക്ക് കോട്ട് എസ് ബൈ പൈ. എന്താണ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ആർക്ക് കോട്ട് എസ് ബൈ പൈ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു സ്റ്റുഡൻറ്റ് പോസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു നോക്കാമെന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആർക്ക് കോട്ട് എസ് ബൈ പൈ. സോ ആർക്ക് കോട്ട് എസ് ബൈ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് കോട്ട് ഇൻവേഴ്സ് എസ് ബൈ പൈ തന്നെയാണ്. ആർക്ക് കോട്ട് എസ് ബൈ പൈ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എസ് ബൈ പൈ ആണ്. സോ ഇത് ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല. അതായത് കോട്ട് ഇൻവേഴ്സ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇത് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് പഠിക്കാം. നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഡിഫറൻസിയേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഡിഫറൻസിയേഷൻ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഡിഫറൻസിയേഷൻ, അതായത് ലോഗ് ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് ഇങ്ങനെ വരുന്ന ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ മീനിങ്. അതായത് ഡിഫറൻസിയേഷൻ മെത്തേഡ് എപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ യൂസ് ചെയ്യാം? ലോഗ് ടാൻ ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അതായത് ലോഗരിതമിക് ഫംഗ്ഷൻസും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന കണക്കുകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യാം. സോ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇവിടെ പറയാം, ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇറ്റ് ഈസ് ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ്, ഇവിടെ എന്താണ്? കോട്ട് ഇൻവേഴ്സ് എസ് ബൈ പൈ ആണ്. കോട്ട് ഇൻവേഴ്സ് എസ് ബൈ പൈ ഇറ്റ് ഈസ് ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ മൈനസ് കൊണ്ടുണ്ടേ, മൈനസ് ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എസ് ബൈ പൈ ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് 1 ഇൻറ്റു, ഇവിടെ എസ് ബൈ പൈ ആണ്, അതുകൂടെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഇൻറ്റു 1 ബൈ പൈ. സോ ഇത് ചെയ്യുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. ഇവിടെ നിന്നൊരു പൈ സ്ക്വയർ വരും, കാരണം എസ് ബൈ പൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ഡിനോമിനേറ്ററിലും പൈ സ്ക്വയർ ന്യൂമറേറ്ററിലും. ആ പൈ സ്ക്വയറും പൈയും തമ്മിൽ ക്യാൻസൽ ആവും. സോ എന്താ? പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ സൈഡിൽ നോക്കിയാൽ മതി. എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എന്താണ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ? സൈൻ ഇൻവേഴ്സ്, സോറി, എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? സൈൻ എ ടിയുടെ ലാപ്ലാസ് ആണ്. സോ ഇതിൻ്റെ ഉത്തരം എന്താണ്? സൈൻ പൈ ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് സൈൻ പൈ ടി. സോ എന്താണ് എഫ് ഓഫ് ടി? സൈൻ പൈ ടി ബൈ ടി. സോ ഇതാണ് നമ്മുടെ ആൻസർ. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ പൈ ടി ബൈ ടി. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റൈസ് ടു ടി ബൈ ടി. ഒന്നുകൂടെ പറയാം, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റൈസ് ടു ടി ബൈ ടി. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ആ വീഡിയോയുടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്താണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ഒന്നുകൂടെ പറയാം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. സോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാതെ ദിസ് ഈസ് ഓഫ് ദ ഫോം എഫ് ഓഫ് ടി ബൈ ടി. എഫ് ഓഫ് ടി ബൈ ടി ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ എങ്കിൽ എഫ് ഓഫ് ടി എന്താണ്? ഇത് കമ്പയർ ചെയ്യുമ്പോൾ 1 മൈനസ് ഇ റൈസ് ടു ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് എഫ് ഓഫ് എസ് കണ്ടുപിടിക്കുക. അത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ബൈ എസ്. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ടി? 1 ബൈ എസ് മൈനസ് 1. കാരണം ഇ റൈസ് ടു എ ടി ആണ്, എയുടെ വാല്യൂ 1 ആണ്. സോ ഇത് കൊണ്ട് നമ്മൾ പഠിച്ചൊരു ഫോർമുല അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ്, അതെന്ന് പറയുമ്പോൾ 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1 ഡി എസ്. സ്പ്ലിറ്റ് ചെയ്യുക. 1 ബൈ എസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ ലോഗ് എസ് മൈനസ് ഇതെന്ത് വരും? 1 ബൈ എസ് മൈനസ് 1 ലോഗ്
എസ് മൈനസ് വൺ ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ഇനി ചെയ്യേണ്ടത് ലോഗ് എ മൈനസ് ലോഗ് ബി. എന്താണ് ലോഗ് എ ബൈ ബി? ലോഗ് എ ബൈ ബി ഫ്രം ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി. ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് ഈ എസ്സിൽ കൊണ്ട് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വരും. പക്ഷെ അതങ്ങനെ വരാൻ പാടില്ല. സോ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ലോഗ് ഈ എസ്സിനെ താഴോട്ട് ഇറക്കിയാൽ എന്ത് വരും? ലോഗ് 1/1 മൈനസ് 1/s. ഇതെങ്ങനെ കിട്ടി നോക്കാം. എസ്സിനെ താഴോട്ട് ഇറക്കുമ്പോൾ 1/s മൈനസ് 1/s. s/s 1 മൈനസ് 1/s ഫ്രം എസ് ടു ഇൻഫിനിറ്റി. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം 1/∞ ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് 1/1 മൈനസ് 0. സോ അത് 1. ലോഗ് 1 മൈനസ് ലോഗ് എസിൻ്റെ സ്ഥാനത്ത് എസ് തന്നെ കൊടുക്കുന്നു. അപ്പോൾ പഴയതുപോലെ തന്നെ തിരിച്ചു വരും. 1/1 മൈനസ് 1/s. മോഡിഫൈ ചെയ്ത് എഴുതാം. ലോഗ് 1 0 മൈനസ് ഇതിനെ തിരിച്ച് പഴയ ഫോമിലോട്ട് കൊണ്ടുവരാം. ലോഗ് s/s മൈനസ് 1, അതായത് മൈനസ് ലോഗ് s/s മൈനസ് 1 മൈനസ് ലോഗ് എന്നാണ്. അപ്പോൾ തിരിച്ചെഴുതാം നമുക്ക്. വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് s മൈനസ് 1/s. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t/t) ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി f(s ds). എന്താണ് 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് എക്സ്. പിന്നെ ഈ ഫോമിനെ ഒന്ന് മാറ്റി എഴുതി നമുക്ക് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 14. സോ നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus at മൈനസ് e raised to minus bt/t. ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus at മൈനസ് e raised to minus bt/t. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. സോ f(t) എന്താണ്? f(t) എന്ന് പറയുന്നത് f(t/t) ആണ് ഇത്രയും. സോ f(t) എന്താണ്? e raised to minus at മൈനസ് e raised to minus bt. അപ്പോൾ f(s) എന്തായിരിക്കും? ലാപ്ലാസ് എടുക്കുക. നിങ്ങൾക്ക് സൈഡിൽ തന്നെ ഫോമിലാണ്. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ലാപ്ലാസ് ട്രാൻസ്ഫോം e raised to minus at 1/s പ്ലസ് a മൈനസ് ഇതിൻ്റെ ലാപ്ലാസ് 1/s പ്ലസ് b. സോ ഇനി നമ്മൾ ആ ഫോർമുലയിൽ കൊണ്ട് അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t/t) ഇൻ്റഗ്രൽ s ടു ഇൻഫിനിറ്റി 1/s പ്ലസ് a മൈനസ് 1/s പ്ലസ് b ഇൻറ്റു ds. നമ്മൾ നേരത്തെ പറഞ്ഞു 1/x എന്ന് പറയുന്നത് ലോഗ് എക്സ്. സോ 1/s പ്ലസ് a ലോഗ് s പ്ലസ് a മൈനസ് ലോഗ് s പ്ലസ് b ഫ്രം ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. നമ്മൾ ചെയ്യേണ്ടത് ലോഗ് a മൈനസ് ലോഗ് b, ലോഗ് a ബൈ b ഫ്രം ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ഇവിടെയും പ്രശ്നം വരും. ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വരും. സോ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? ഇതിനൊന്ന് റീമോഡിഫൈ ചെയ്യാം. ലോഗ് 1 പ്ലസ് a ബൈ എസ് ബൈ 1 പ്ലസ് b ബൈ എസ് ഫ്രം ലിമിറ്റ് എന്താണ്? s ടു ഇൻഫിനിറ്റി. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ലോഗ് 1 പ്ലസ് 0 ബൈ 1 പ്ലസ് 0. അപ്പോൾ ലോഗ് 1 തന്നെയാണ്. മൈനസ് എസ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? പഴയ രൂപം തന്നെ തിരിച്ചു കിട്ടും. ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. അപ്പോൾ നമ്മുടെ കിട്ടാൻ പോകുന്ന ഉത്തരം എന്താണ്? ലോഗ് 1 0. സോ മൈനസ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. അപ്പോൾ അതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എന്താ പറയുക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 15ാമത്തെ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. സോ നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ. സോ ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്ത 15ാമത്തെ പ്രോബ്ലത്തിന് ഒന്ന് തിരിച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16ാമത്തെ പ്രോബ്ലം കിട്ടും. അതായത് നമ്മൾ പഠിച്ചെന്താണ്? e raised to minus at മൈനസ് e raised to minus bt/t യുടെ ലാപ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാണ് ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ. സോ അതിനെ തിരിച്ചു പറയുമ്പോഴോ
log s plus b by log s plus b by s plus a യുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് e raised to minus at minus e raised to minus bt by t. അത് നമുക്കിവിടെ തെളിയിക്കണം. സോ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ 13ാമത്തെ പ്രോബ്ലം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ എന്താണ് 13ാമത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞത്? ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ബൈ ഡിഫറൻസിയേഷൻ ആണ് ഈ മെത്തേഡ്. അതെങ്ങനെ തിരിച്ചറിഞ്ഞു? ഞാൻ പറഞ്ഞു ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഡിഫറൻസിയേഷൻ തിരിച്ചറിയണമെങ്കിൽ ഒന്നുകിൽ ലോഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇത് ലോഗാണ്. സോ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ. ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലോഗ് എ ബൈ ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എസ് പ്ലസ് ബി മൈനസ് ലോഗ് എസ് പ്ലസ് എ ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് അവിടെ തന്നെ കിടക്കട്ടെ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ എക്സ്. സോ ഇത് 1 ബൈ എസ് പ്ലസ് ബി മൈനസ് 1 ബൈ എസ് പ്ലസ് എ. ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ മൈനസ് 1 ബൈ എസ് പ്ലസ് ബി. ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സൈഡിൽ തന്നെ കാണാം, ലാപ്ലാസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ആണ് 1 ബൈ എസ് പ്ലസ് എ. അതിനെ തിരിച്ച് പറഞ്ഞാലോ 1 ബൈ എസ് പ്ലസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ആണ് ഇ റൈസ് ടു മൈനസ് എ ടി. സോ നമ്മുടെ ആൻസർ ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇതിൻ്റെ എന്തായിരിക്കും? ഇ റൈസ് ടു മൈനസ് ബി ടി. ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി. സോ എന്തായിരിക്കും എഫ് ഓഫ് ടി? ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ ടി. സോ 15ാമത്തെ പ്രോബ്ലം 16ാമത്തെ പ്രോബ്ലം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ലാപ്ലാസും എളുപ്പത്തിൽ പഠിക്കാം, ഇൻവേഴ്സ് ലാപ്ലാസും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 16. സോ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് ഇ റൈസ് ടു എ ടി. എന്താണ്? ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് ഇ റൈസ് ടു എ ടി. സോ ഇത് കാണുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് ഇ റൈസ് ടു തീറ്റ എന്ന് പറയുന്നത് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ലോഗ് ഇ റൈസ് ടു തീറ്റ തീറ്റ. അപ്പോൾ എന്തായിരിക്കും ലോഗ് ഇ റൈസ് ടു എ ടി? എ ടി എന്നായിരിക്കും ഉത്തരം. സോ ലാപ്ലാസ് ഓഫ് ലോഗ് ഇ റൈസ് ടു എ ടി എന്ന് പറയുമ്പോൾ എന്തിന് തുല്യമാണ്? ലാപ്ലാസ് ഓഫ് എ ടിക്ക് തുല്യമാണ്. നമുക്കറിയാം എ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം ഇൻറ്റു ലാപ്ലാസ് ഓഫ് ടി. സോ എന്താണ് ലാപ്ലാസ് ഓഫ് ടി? നിങ്ങൾ സൈഡിൽ തന്നെ കാണാം. ലാപ്ലാസ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ബൈ എസ് സ്ക്വയർഡ്. ലാപ്ലാസ് ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. സോ ആൻസർ എന്താണ്? എ ബൈ എസ് സ്ക്വയർഡ്. സോ നമുക്ക് ഇന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് പ്രോബ്ലം ആയിട്ടുള്ള 18ാമത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. 18ാമത്തെ പ്രോബ്ലം പറയുന്നത് ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർ സൈൻ 40. ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർ സൈൻ 40. സോ ഈ ഒരു മോഡൽ പ്രോബ്ലം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് ടി സ്ക്വയർ സൈൻ 40 ചെയ്യുക, അതിനുശേഷം ഇ റൈസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർ സൈൻ 40 ചെയ്യുക. സോ ഈ ഒരു മോഡലിലാണ് നമുക്ക് ഈ കണക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ കണക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സൈൻ 40യുടെ ലാപ്ലാസ് ആണ്. സൈൻ 40യുടെ ലാപ്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 ബൈ എസ് സ്ക്വയർഡ് പ്ലസ് 4ൻ്റെ സ്ക്വയർഡ് 16. സോ ഫസ്റ്റ് നമ്മളത് കണ്ടുപിടിച്ചു. ഇതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ സൈൻ 40 എന്ന് പറയുമ്പോൾ എന്താണ്? -1 ദ ഹോൾ സ്ക്വയർഡ് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് നമ്മൾ ഈ കണ്ടുപിടിച്ച സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1 ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 തന്നെയാണ്. 1 ഇൻറ്റു ഇതിൽ നിന്നൊരു 4 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 4 ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 16. സോ ഇത് നമ്മൾ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ബൈ ഡി എസ് ഓഫ് -1 ബൈ എസ് സ്ക്വയർ പ്ലസ് -1 ഇൻറ്റു 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ 2s വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എസ് സ്ക്വയർഡ് ഉണ്ട്. സോ ആ എസ് സ്ക്വയർഡിൻ്റെ കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2s എന്ന് കിട്ടും. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ഈ മൈനസ് പുറത്തോട്ട് എടുക്കാം. ഇത് കൂടെ -4 ഇൻറ്റു
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂമറേറ്റർ 2 മൈനസ് ന്യൂമറേറ്റർ 2s ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്താവും എസ് സ്ക്വയർഡ് പ്ലസ് 16 ദ ഹോൾ സ്ക്വയർഡ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എസ് സ്ക്വയർഡ് പ്ലസ് 16 2 ഇൻറ്റു എസ് സ്ക്വയർഡ് പ്ലസ് 16 ഇൻറ്റു 2s ബൈ എസ് സ്ക്വയർഡ് പ്ലസ് 16 ദ ഹോൾ സ്ക്വയർഡിൻ്റെ സ്ക്വയർഡ്, അപ്പോൾ ഹോൾ റൈസ് ടു 4 ഇങ്ങനെ വരും. ഇതിവിടെ -4 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക എസ് സ്ക്വയർഡ് പ്ലസ് 16 ദ ഹോൾ സ്ക്വയർഡ് ഉണ്ട്, ഇവിടെ ഒരു എസ് സ്ക്വയർഡ് പ്ലസ് 16 ഉണ്ട്. അപ്പോൾ നമുക്കൊരു എസ് സ്ക്വയർഡ് പ്ലസ് 16 കോമൺ എടുക്കാം. സോ താഴെ എസ് സ്ക്വയർഡ് പ്ലസ് 16 ദ ഹോൾ ക്യൂബ് എന്നായിട്ട് മാറും, കാരണം ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പിന്നെ എന്ത് വരും എസ് സ്ക്വയർഡ് പ്ലസ് 16 ഇൻറ്റു 2 മൈനസ്, ഇവിടെ ശ്രദ്ധിക്കുക 2s ഇൻറ്റു 2s 4s സ്ക്വയർഡ് ഇൻറ്റു 2 8s സ്ക്വയർഡ് ഇങ്ങനെ വരും. ഇതുവരെ നമുക്ക് കിട്ടി. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർഡ് ഇൻറ്റു സൈൻ 40 എന്ന് പറയുന്നത് -4 ഇൻറ്റു എസ് സ്ക്വയർഡ് പ്ലസ് 16 ഇൻറ്റു 2 മൈനസ് 8s സ്ക്വയർഡ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് 16 ദ ഹോൾ ക്യൂബ്. സോ ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർഡ് ഇൻറ്റു സൈൻ 40. ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർഡ് ഇൻറ്റു സൈൻ 40. ഇവിടെ ഇ റൈസ് ടു ടി എന്നാണ്, നിങ്ങളുടെ സൈഡിൽ തന്നെ കാണാം. ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് എന്താണ് എഫ് ഓഫ് എസ് മൈനസ് എ. സോ എസിൻ്റെ സ്ഥാനത്ത് ഇവിടെ s-1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ -4 ഇൻറ്റു s-1 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് 16 ദ ഹോൾ ഇൻറ്റു 2 -8 ഇൻറ്റു s-1 ദ ഹോൾ സ്ക്വയർഡ് ബൈ s-1 the whole squared plus 16 the whole cube. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ഉത്തരം കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക എസ് സ്ക്വയർഡ് s-1 the whole squared. സോ -4 ഇൻറ്റു എസ് സ്ക്വയർഡ് മൈനസ് 2s പ്ലസ് 1 പ്ലസ് 16 the whole into 2 minus 8 into s squared minus 2s plus 1 by s squared plus 1 minus 2s plus 16 the whole cube. So ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത് 24s squared minus 48s minus 104 by s squared minus 2s plus 17 the whole cube എന്നാണ്. സോ ഈ വീഡിയോയുടെ നമ്മൾ 18 പ്രോബ്ലംസ് വരെ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കാണും, അതിലോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലോട്ട് നിങ്ങൾക്ക് ഒരു മെമ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. സോ അടുത്ത സെക്ഷൻ പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.